ഭീകരന്മാരാണ്, അതായത് മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണ്, ഇവർ ഈ പറഞ്ഞിട്ട് നമ്മളുടെ പെണ്ണുങ്ങളെല്ലാവരും വലവേശി പിടിക്കാൻ വേണ്ടി വരാൻ പോകുന്ന ആൾക്കാരാണ്. എന്തായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? ഇതെങ്ങനെ പ്രൊപ്പഗൻഡ ആവണത്? ഇത് എപ്പോഴും പ്രൊപ്പഗൻഡ ആവണത്? ആക്ച്വലി ഈ പറഞ്ഞ സംഭവം നടക്കാത്ത സംഭവമല്ലേ, നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ പ്രൊപ്പഗൻഡ? കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം പയ്യന്മാർ കുറച്ച് പെണ്ണുങ്ങൾ ഈ പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സിറിയയിലോട്ട് പോയ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പടമാണത്, മനസ്സിലായില്ലേ? ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പടം. 25 വർഷത്തിനുള്ളിൽ ഇന്ത്യനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നവർക്ക് മുസ്ലിം ചെക്കന്മാര് ചെല്ലും, വലയം കൊണ്ട് നടക്കാണ് ഇവര്. ഹിന്ദു പെണ്ണുങ്ങളെയും ക്രിസ്ത്യൻ പെണ്ണുങ്ങളെയും വലയിട്ട് പിടിക്കാൻ വേണ്ടി നടക്കാണ്. ജനനായകൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. സിനിമ ഇറക്കരുതെന്ന് പറയാൻ പറ്റില്ല, ജനനായകൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അഭിനയ എന്താണ് നമ്മുടെ ടോപ്പിക്ക്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പൊറോട്ടയും ബീഫും, AKA കേരള സ്റ്റോറി. അപ്പോൾ 2 ദിവസം മുമ്പ് മറ്റേ ട്രെയിലർ വന്നായിരുന്നു, രണ്ടാമത്തെ പടത്തിന്റെ ട്രെയിലർ വന്നായിരുന്നു. എന്ത് തോന്നി? തോന്നിയതിനെ പറ്റി പറയാനാണെങ്കിൽ, ഒന്നാമത്തത് നമ്മൾ കണ്ടതാണല്ലോ, അതിനെന്താണ് ഡിസർവിംഗ് ആയിട്ട് കിട്ടിയത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പടമാണത്, മനസ്സിലായില്ലേ? ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പടം, ആ വർഷത്തെ ഏറ്റവും നല്ല പടം, നല്ല സിനിമാറ്റോഗ്രഫി. എനിക്ക് തോന്നുന്നു ഇതിലെ സിനിമാറ്റോഗ്രഫി അതിലേക്കാൾ അതെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ബീഫ് തിന്നരുത് കേട്ടല്ല, ഇനി വായിൽ വെച്ച് ആരെങ്കിലും തന്നാലും വിഴുങ്ങരുത്, തുപ്പിക്കളണം. ഡിസ്ക്ലൈമേഴ്സ് പറയണ്ടേ? ഡിസ്ക്ലൈമർ നമ്പർ 1, ഞങ്ങൾ എന്തായാലും ഡിഫെയിം ചെയ്യും. അതെ, പിന്നെ ഈ പറയാൻ പോകുന്നത് തികച്ചും ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളായിരിക്കും. സോ ഡിഫെയിം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫെയിം ചെയ്യുന്നുണ്ട്. അതെ, അവർക്ക് ഡിഫെയിം ചെയ്യാം, പിന്നെ നമുക്ക് ഡിഫെയിം ചെയ്തു. അതെ. അപ്പോൾ കേരള സ്റ്റോറി. അപ്പോൾ കേരള സ്റ്റോറിനെ പറ്റി ആദ്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. അപ്പോൾ ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം. പിന്നെ എപ്പോഴും മുല്ലപ്പൂ വെച്ച് നടക്കും. വീട്ടിലുറങ്ങാൻ കിടക്കുമ്പോഴും മുല്ലപ്പൂ വെച്ച് നടക്കും. അതെ, പക്ഷെ മലയാളം മര്യാദക്കാരനുണ്ട്. ഈ സീരിയലൊക്കെ മറ്റേ ആൾക്കാരെ പോർട്രേ ചെയ്യൂലേ? അതെ, ഈ അമ്മായിയമ്മമാര് പട്ട് സാരി ഉടുത്ത് രാത്രി വരെയും പൊട്ട് തൊട്ട്. കേരളം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ മസ്റ്റാ. പിന്നെ കഥകളി കാണിക്കണം പടത്തിൽ. കേരളം എന്ന് പറഞ്ഞാൽ കഥകളി കാണിക്കണം. 4-5 കഥ ഇതിലുണ്ടാവും, ഒരു 5-6 കഥ ഇതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പാൻ ഇന്ത്യ ഉണ്ട്. അതെ, മഹാരാഷ്ട്ര കാണിക്കുന്നുണ്ട്, പിന്നെ വേറെ എവിടെ കാണിച്ചിട്ടുണ്ട്, പിന്നെ കേരളത്തിൽ. ചുമ്മാ നേരെ കേരളത്തോട്ടില്ല ഇപ്രാവശ്യം. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്ന് കുറേ ചെക്കന്മാർ അവിടെയൊക്കെ പോയിട്ട് കുറേ പെമ്പിളേർ പിടിച്ച്. അതെ, മുസ്ലിം ചെക്കന്മാര് ചെല്ലും, വലയം കൊണ്ട് നടക്കാണ് ഇവര്. ഹിന്ദു പെണ്ണുങ്ങളെയും ക്രിസ്ത്യൻ പെണ്ണുങ്ങളെയും വലയിട്ട് പിടിക്കാൻ വേണ്ടി നടക്കാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഫസ്റ്റ് പ്രൊപ്പഗാൻഡ. ഇതെങ്ങനെ പ്രൊപ്പഗാൻഡ ആവണത്? ഇത് എപ്പോഴും പ്രൊപ്പഗാൻഡ ആവണത്? ആക്ച്വലി ഈ പറഞ്ഞ സംഭവം നടക്കാത്ത സംഭവമല്ലേ, നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ പ്രൊപ്പഗാൻഡ? കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം പയ്യന്മാർ കുറച്ച് പെണ്ണുങ്ങൾ ഈ പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സിറിയയിലോട്ട് പോയ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആണ്. പക്ഷേ ഇവിടെ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പ്രൊപ്പഗാൻഡ എന്ന് വിളിക്കുന്നു എന്നുള്ളതിനാണ് എന്താ പറയുക, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ എമൗണ്ട് തന്നെ എടുക്കുക. ഈ പറഞ്ഞ കൺവേർഷൻ നടന്നു എന്ന് പറയുന്ന എമൗണ്ട് ഈ സിനിമയിൽ മെയിനായിട്ട് കാണിക്കുന്ന 3 പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? സിനിമയിൽ 3 പെണ്ണുങ്ങളുടെ കാര്യം കാണിക്കണത് ഓക്കെ, പക്ഷേ സിനിമയിൽ 32,000 പെണ്ണുങ്ങളുടെ കഥ എന്ന് പറഞ്ഞാണ് ഇവര് കൊടുത്തേക്കുന്നത്, ടാഗ് ലൈൻ കൊടുത്തേക്കുന്നത്. അതെ, ഈ 32,000 എന്ന് പറഞ്ഞത് ഏതെങ്കിലും സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് വന്ന സാധനത്തിലോ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. 32,000 കൺവേർഷൻ കേരളത്തിൽ നിന്ന് നടന്നു അല്ലെങ്കിൽ സിറിയയിലോട്ട് പോയി എന്നുള്ളൊരു ഒരു തെളിവുകളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫയലും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇനി അവരുടെ കയ്യിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പൂത്തി വെച്ചേക്കാണോ, അതെ ഏതെങ്കിലും ഫയലായിട്ട് പൂത്തി വെച്ചേക്കുന്നതാണോന്നും എനിക്കറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മിത്രങ്ങളെ നമുക്ക് കാണിച്ചു തന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കും. വിശ്വസിക്കാതിരിക്കാൻ നമ്മൾ മട്ടം വരുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രൊപ്പഗാൻഡയുടെ തന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ കുറച്ച് ആൾക്കാർ ചെയ്ത സംഭവത്തിനെ മൊത്തം കമ്മ്യൂണിറ്റിയെയും കരിവാരിത്തേക്കാനുള്ള ഒരു ശ്രമം ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അതുപോട്ടെ, സെക്കൻഡിന്റെ ട്രെയിലർ തുടങ്ങണത് തന്നെ 25 വർഷത്തിനുള്ളിൽ ഇന്ത്യനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നവർ. എവിടെ ഈ പോപ്പുലേഷന്റെ 80% അടുത്ത് ഹിന്ദുക്കളുള്ള രാജ്യത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്ന പടത്തിൽ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കാന്ന്. അതായത് ഇവരെല്ലാം ഭീകരന്മാരാണ്, അതായത് മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണ്, ഇവർ ഈ പറഞ്ഞിട്ട് നമ്മളുടെ പെണ്ണുങ്ങളെല്ലാവരും വലവേശി പിടിക്കാൻ വേണ്ടി വരാൻ പോകുന്ന ആൾക്കാരാണ്. എന്തായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം?
ഹിന്ദുരാഷ്ട്രമാവാൻ ചാൻസ് ഉണ്ട്. ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണല്ലോ ഇവരുടെ മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഇവർക്ക് ബദലായിട്ട് അല്ലെങ്കിൽ ഇവരെതിരെ നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മുസ്ലിംസ് ആണ്. ക്രിസ്ത്യൻസ് ഉണ്ട്. പക്ഷേ മെയിൻ എനിമി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് അല്ല. ഇത്തിരി കൂടി എന്താ പറയുക, ഇവരുടെ മെയിൻ എനിമി എന്ന് പറയുന്നത് ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുസ്ലിംസിനെയാണ്. അപ്പോൾ അവർക്കെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊരു ഭീകരന്മാരാണ്, ഇവരിങ്ങനെ ചാക്കിട്ട് പിടിച്ച ആൾക്കാരെ സിറിയയിലോട്ട് കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യുന്നൊരു വിശ്വാസം ജനങ്ങളിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഈസി അല്ലേ? അതെ, പിന്നെ അടിച്ചു പുറത്താക്കല്ല. അതെ, മറ്റേ ഭേദഗതി ബില്ല്. അതെ, ഇതുപോലെ ആൾക്കാരെ പിടിച്ച് പുറത്താക്കാനാണ്. കാരണം ഇപ്പോഴും ഇവിടെ കുറെ നാൾ മുമ്പ് വന്നിട്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അല്ല, പൗരത്വ ഭേദഗതി ബില്ലല്ലേ? ഇതൊക്കെ എന്തിനാണെന്ന് നമുക്കറിയാം. അതെ, അപ്പോ ചോറും ബീഫും തിന്നുന്ന മലയാളികൾക്കറിയാം. പൊറോട്ടയും ബീഫും തിന്നുന്ന മലയാളികൾക്കറിയാം. ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ പടത്തെ പറ്റി പറയുമ്പോൾ ആക്ച്വലി നീ പടം കണ്ടതല്ലേ? അതായത് ഞാൻ ഈ പടത്തിന്റെ ഒരു ആദ്യത്തെ 10 മിനിറ്റ് കണ്ട് അപ്പത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൂടെ കാണാൻ പറ്റില്ല, എങ്ങനെയാണ് എങ്ങോട്ടാ പോകുന്നത്. പക്ഷെ കഥ അറിയാം, നീ പഠിക്കണ്ട. അതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് ഫിലിം ഷേക്കിന്റെ ഒരു ട്രോൾ എടുത്ത് കണ്ട് അപ്പത്തേക്കും നമുക്ക് മൊത്തം കിട്ടും കഥ. ഓക്കെ, ഞാൻ സിനിമ കണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ. കാരണം നമുക്കൊരു സാധനത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയണം. അപ്പോൾ മെയിനായിട്ട് നിനക്കറിയാം, ഈ പറഞ്ഞ പോലെ കുറച്ച് പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ കാസർഗോഡ്ക്ക് പഠിക്കാൻ വരുന്നു. അപ്പോൾ നമ്മുടെ ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേച്ചി വരുന്നുണ്ട്. ഇവര് കാസർഗോഡിലെ കോളേജ് കാണിക്കുമ്പോൾ അത് കാണിക്കണെന്ന് വെച്ചാൽ കാസർഗോഡ് കോളേജിൽ ബില്ലാതെ മറ്റേ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല, പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്ന് നമ്മളുടെ ഇതിനു വേണ്ടി എന്താ പറയുക ഒരു ഡിഫെയിം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, നമ്മൾക്ക് ഇതിനകത്തൊരു ബന്ധുവില്ലെന്നാ പറഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലോട്ട് അമാലാഗ ഇറങ്ങി വരുന്നത്, ആസിഫ. അതെ, അപ്പോൾ ആസിഫേനെ ഈ പടത്തിൽ പോർട്രേ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ചെക്കന്മാർക്ക് വേണ്ടി കണക്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീൻ. പ്ലാനൊക്കെ നടക്കാനായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പടത്തിൽ വരെ കാണിക്കേണ്ടത്, അതായത് പ്ലാൻ ചെയ്ത് സ്ലീപ്പർ സെല്ല് പോലെ ചെക്കന്മാരെങ്ങനെ നടന്ന് കൺവേർട്ട് ചെയ്യാൻ നടക്കുന്നത്. അതെ, ഈ പറഞ്ഞ പയ്യനെ ശാലിനി ഉണ്ണികൃഷ്ണനായിട്ടും മറ്റേ പെണ്ണ് വേറെ ചെക്കനായിട്ടും റിലേഷനിലാവും. അങ്ങനെ ഇവർ സെക്ഷലി പറഞ്ഞിട്ട് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞിട്ട് ഇവള് ഗർഭിണിയാവാം, ശാലിനി ഉണ്ണികൃഷ്ണൻ ഗർഭിണിയാവുക. അങ്ങനെ പുള്ളി പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ മുസ്ലിം അല്ലാത്തൊരു പെണ്ണിനെ കയറ്റില്ല, സോ നീ മതം മാറിയാൽ മാത്രമേ എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. സോ അങ്ങനെ ലാസ്റ്റ് അവൾക്കൊരു വഴിയില്ലാണ്ട് അവൾ മുസ്ലിം ആവുന്നു. ഫുള്ളി മുസ്ലിമായി ഇവളെ ലാസ്റ്റ് ഇവൻ ചതിക്കുകയാണ്, സുഹൃത്തുക്കളെ ചതിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞിട്ട് ഇവൻ നാട്ടിട്ട് എന്താ പറയുക പോയി എന്ന് പറഞ്ഞ് ഇവളെ ആ ഉസ്താദ്, ഒരു ഉസ്താദ് ഉണ്ട് ഇതിനകത്ത്, ഈ ഉസ്താദ് ഇവിടെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് പറയാണ് അവൻ പോയി, അവന് വരില്ല, മാൽദീവ്സിലോട്ട് പോയി, അവന് വരില്ല, നീ ഒരു കാര്യം ചെയ്യ്, നിന്നെ എന്തായാലും വീട്ടിൽ കയറില്ല. കാരണം ശാലിനി ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ പുറത്താക്കി, മതം മാറി, അമ്മയായിട്ട് അവൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി പറയാണ് നിനക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു ചെക്കനായിട്ട് ഞാൻ കല്യാണം നടത്തിത്തരാം, എന്നിട്ട് നീ സിറിയയിലോട്ട് പൊക്കോ, എങ്ങനെയും പോയി രക്ഷപ്പെടും മോളെ, സിറിയയിൽ പോയി രക്ഷപ്പെടും. അങ്ങനെ ശാലിനി ഉണ്ണികൃഷ്ണൻ സിറിയയിൽ പോയിട്ട് അതെ അങ്ങനെ ശാലിനി ഉണ്ണികൃഷ്ണൻ അത് സമ്മതിക്കുകയാണ്. വേറൊരാളുടെ കുട്ടിയെ ഗർഭം ധരിച്ച ശാലിനി ഉണ്ണികൃഷ്ണൻ വേറൊരാളെ കല്യാണം കഴിച്ച് സിറിയയിലോട്ട് പോകാൻ വേണ്ടി ലാസ്റ്റായിട്ട് അമ്മയെ കാണാൻ പോകുന്ന മുഹൂർത്തം അതൊരു വല്ലാത്ത സീനാണ്. അതൊരു വല്ലാത്തൊരു കഥയാണ്. അങ്ങനെ ലാസ്റ്റ് പോവുകയാണ്, സിറിയയിലോട്ട് പോവുകയാണ്. സിറിയയിൽ ചെന്ന് അവിടെ ചെന്ന് ഇവൾക്ക് കുറേ അബ്യൂസസ് ഉണ്ടാവുകയാണ്. ഈ പറഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഇവളെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവള് ഈ ചെക്കനെ അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാവുകയാണ് അതിർത്തിയിൽ വെടികൊണ്ട് മരിച്ചുപോയി. ഇവളുടെ ഹസ്ബൻഡ് ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ച ആള് അതിർത്തിയിൽ വെടികൊണ്ട് മരിച്ചു എന്ന് ഇവളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇവളെ ISISന്റെ സ്ഥലത്തോട്ട് വണ്ടി കൊണ്ടുപോകും. അവിടെ വെച്ച് അവൾ ട്വിസ്റ്റ് മനസ്സിലാക്കുന്നു, അവൻ മരിച്ചിട്ടില്ല, അവൻ ISന്റെ ആൾക്കാരാണ്. അവസാനം അവൾ ഈ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് റേപ്പ് ചെയ്യാനൊക്കെ ഇട്ടുകൊടുത്ത് അവസാനം അവൾ ഓടി രക്ഷപ്പെട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് വീണടക്കുമ്പോൾ പാകിസ്ഥാനിലല്ലോ ഇറാഖ് ഇവർ പോകുന്ന സ്ഥലം ഏതായിരുന്നു? സിറിയ. അവിടുത്തെ ഗവൺമെന്റ് ഇവരെ കണ്ട് ലാസ്റ്റ് ഇവളെ ചോദ്യം ചെയ്യുന്നതാണ് പരിപാടി. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ആ പടം തീരും. ഇതാണ് വണ്ണിന്റെ കഥ. ഇതാണ് ഇപ്പൊ 2ന്റെ കഥ എന്തായിരിക്കും നമുക്ക്? 2ന്റെ കഥ ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുമല്ലോ. കുറെ ചെക്കന്മാര് സ്ലീപ്പർ സെൽസിനെ പോലെ നടന്നിട്ട് കുറെ ഹിന്ദു പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് മതം മാറ്റി സിറിയയിലോട്ട് കൊണ്ടുപോകാം, ചതിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റി സിറിയയിലോട്ട് കൊണ്ടുപോകായിരിക്കും. ഈ 32,000 പേരെയൊക്കെ കൊണ്ടുപോയി
32,000 പേരെ കൊണ്ടുപോയത് ആര് കൊണ്ടുപോയിട്ടുണ്ട്? മൂന്ന് കേസാണ് ആക്ച്വലി ഉള്ളത്. അതെ അതെ. പക്ഷെ അവരതിനെ പൊലിപ്പിച്ച് അവിടെയൊക്കെയാണ് പ്രൊപ്പഗൻഡ ആവണത്. ഈ ഇതിനെപ്പറ്റി പറയുമ്പോൾ കൂടുതൽ നമുക്ക് സിനിമയിലെ പ്രൊപ്പഗാൻഡ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ പ്രൊപ്പഗാൻഡയെ പറ്റി മെയിനായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചാണെങ്കിൽ സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും പ്രൊപ്പഗാൻഡയെ ഒളിച്ച് കടത്താൻ ശ്രമിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ജാതി, ഇത് ഒളിച്ചൊന്നുമല്ല, ഡയറക്റ്റായിട്ട് ഒളിപ്പിക്കല്. പണ്ട് നമ്മുടെ പ്രിയദർശൻ സാറിനൊരു പരിപാടി ഉണ്ടായിരുന്നു, ജാതി ഒളിച്ചു കിടത്തുന്ന ഒരു പരിപാടി. അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടാ? നായര് മേനോൻ പരിപാടി. പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയ ചെറിയ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിടും അതിനകത്ത്. ഈ പറഞ്ഞ പോലെ ഇത് നല്ല ഇല്ലത്തുള്ള നായരാടോ, ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാം. പക്ഷേ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് സിനിമ നമുക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ പ്രൊപ്പഗാൻഡാസ് അത് തടയപ്പെടേണ്ടതാണ്. പ്രൊപ്പഗാൻഡ പ്രശ്നമാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാനൊരു കഥ പറയാം. അതായത് ഇത് ട്രൂ സ്റ്റോറിയാണ്, കേരള സ്റ്റോറി ഒന്നുമല്ല, ട്രൂ സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. അതെ. അതായത് ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് കുറേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം ഞാനൊരു ദിവസം ഒരു ഫൺ സെഷനിൽ ഇരുന്നിട്ട് ഞങ്ങളെന്തോ കഥയൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ അന്ന് മുംബൈയിൽ നിന്ന് വന്നൊരു പയ്യനുണ്ട്. അപ്പോൾ ഈ പയ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കൂടെ ചോദിച്ചു, കേരള സ്റ്റോറി കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു കണ്ടിട്ടില്ല. അതൊരു മിക്കവരും നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യൻ ഉള്ളത്. അപ്പോൾ അത് കേരളത്തിൽ നിന്നുള്ളത്. അതെ, കേരളത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഇവന്മാരൊക്കെ എന്താണ് ഈ പടത്തിന് ഇങ്ങനെ കണ്ടോ എന്നൊക്കെ ചോദിക്കണം, പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് പറഞ്ഞു, ബ്രോ ഇറ്റ്സ് ആക്ച്വലി ഫേക്കാണ്. അതായത് ഫേക്ക് എന്നല്ല, പ്രൊപ്പഗാൻഡയാണ്. അത് പറയാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഇവൻ ആക്ച്വലി നമുക്ക് മനസ്സിലാവും ഒരാൾ ഒരു സാധനം കേട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഇവൻ്റെ റിയാക്ഷൻ അങ്ങനെ ഇരുന്ന്, ഇല്ല ഇത് ശരിക്കും നടന്നിട്ടുള്ളതാണ്, ഇതവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്, 32,000 കേസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര കേസ് കിടന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ 32,000 കേസ്, 32,000 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നില്ലേ ഇവരൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മള് വെറുതെ ഇരുന്ന് വായിട്ടലിച്ച് നമ്മുടെ ഇത് കളയാൻ ഒരു കാര്യമില്ല. പിന്നെ ഞാനിത് വിട്ടു 32,000 കേസ്. അല്ലെ പിന്നെ തലേന്നെടുത്ത് ചാണകം മാറ്റിയിട്ട് അവിടെ ബ്രെയിൻ എടുത്ത് വെച്ച് പിന്നെ തുന്നി പിടിപ്പിക്കണം. വലിയ കാര്യമൊന്നുമില്ല. ഇതേ ആള് തന്നെ പുള്ളിനെ പറ്റി മറ്റേ സനാതന ഹിന്ദു ആണ് അങ്ങനെയൊക്കെയാണ് പറയണത്. സനാതന ഹിന്ദു വെറും ഹിന്ദു അല്ല, സനാതന ഹിന്ദു സാധനമാണ്. അതെന്താ വേറെ ആണോ? ഹിന്ദുക്കളിൽ നിന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടല്ലേ കാണാം. ഞാൻ അഖണ്ഡയുടെ ട്രെയിലറിൽ കണ്ടിരുന്നത് സനാതന ധർമ്മം. അതെ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ സനാതന ധർമ്മം ഞാൻ കേട്ടിട്ടുണ്ട്. സനാതന ഹിന്ദു രാഹുൽ ഈശ്വരൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം, സനാതന ഹിന്ദു. ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ സാധനം. ഇനി ഇവരാണ് ഇതിന്റെ കൂടിയ ഹിന്ദു ആയിരിക്കും ആണെന്നാണ് പറയണത്. അതായത് ഈ മറ്റേ കൂടിയതും കുറഞ്ഞൊക്കെ അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. കൂടിയ ഞങ്ങളെ കുറഞ്ഞത് ഈ പെട്ടെന്നാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഓക്കെ. അപ്പൊ ഇതാണ് സാധനം. അതായത് ഇവർക്ക് ഇത് പ്രൊപ്പഗാൻഡ ആണോന്നൊന്നും അറിഞ്ഞൂടാ. ഇവര് ഈ പറഞ്ഞ സാധനത്തിന് ഒരു സത്യമായിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മളൊരു പിന്നെ ഇവർ എഴുതി വെക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ സെവറൽ ട്രൂ സ്റ്റോറീസ്. ഇതിൻ്റെ ട്രെയിലറിലും ഉണ്ട് ബേസ്ഡ് ഓൺ സെവറൽ ട്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി അവർക്ക് അങ്ങനെ ഒരു ടാഗ് വെക്കുന്നത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, കാരണം നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ബേസ്ഡ് ഓൺ 3 ട്രൂ സ്റ്റോറീസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ 32,000 ഓർ സെവറൽ ട്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞെടുത്ത് നമ്മളതിനെ വളച്ചൊടിക്കുന്നുണ്ട് ചെറുതായിട്ടല്ല, നല്ലപോലെ വളച്ചൊടിക്കുന്നുണ്ട്. അവിടെയാണ് ഈ കാണിക്കണ സാധനങ്ങളുടെയൊക്കെ ഇമ്പാക്റ്റ്. ചില്ലറ ആൾക്കാരൊന്നുമല്ല. കേരള സ്റ്റോറി എത്ര 150 കോടി കളക്ഷനാണ്. 150 കോടി കളക്ഷൻ വിട്. എടാ ഇന്ത്യയിലെ ആ കൊല്ലത്തെ ഏറ്റവും മികച്ച പടവാടാ ചെയ്യത്. എടാ അവാർഡ് കിട്ടണത് പോട്ടെ, ഞാൻ പറയട്ടെ, പിന്നെ എന്ത് വാല്യൂ ഉണ്ട്? ഞാൻ പറഞ്ഞത് അവാർഡ് കിട്ടണതിനേക്കാളും കൂടുതൽ 150 കോടി കിട്ടണമെങ്കിൽ അത്ര ആൾക്കാർ കാണണ്ടേ? അത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടത്. ഞാനന്ന് ഞെട്ടിപ്പോയ കാര്യം ഇതാ. അതായത് ഇന്ത്യയിലെ ആ കൊല്ലം ഇറങ്ങിയ ഏറ്റവും നമ്മുടെ അവിടെ നിന്ന് ഭ്രമയുഗം കൊണ്ട് ഇതുണ്ടായി, ഭ്രമയുഗം ഉണ്ടായി. ഇതൊന്നുമല്ല, കേരള സ്റ്റോറിയാണ് ഏറ്റവും ബെസ്റ്റ്. അതെ, സിനിമാറ്റോഗ്രാഫിയും ബെസ്റ്റ് ആക്ട്രസ് കൊടുത്തായിരുന്നില്ലേ? ഇല്ലല്ലേ, അതും കൂടി കൊടുക്കണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ബെസ്റ്റ് ആക്ടർ ഇല്ല. പിന്നെ ആക്ടർ ഇല്ലാത്തതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. ബെസ്റ്റ് ആക്ടർ കൊടുത്ത പ്രശ്നവുമില്ല. അതെ, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടാവുമല്ലോ. നമ്മുടെ
സുരച്ചേട്ടൻ. അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർക്കൊരു തീവ്ര ഹിന്ദു മനോഭാവം അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട്. നോർത്തിലോട്ട് പോയി അങ്ങനത്തെ ആൾക്കാരാണ് ഭൂരിഭാഗം. അങ്ങനെയുള്ളവരാണ്. അപ്പൊ ഇവരുടെ അടുത്തോട്ട് ഇങ്ങനത്തെ ഒരു പടം വരുമ്പോഴത്തേക്ക് ഇവർ കണ്ണടച്ച് വിശ്വസിക്കും പിന്നല്ല ഇത് സത്യമാണ്. അവിടെയാണ് ഈ പ്രൊപ്പഗാൻഡയുടെ പ്രശ്നം. അതായത് പ്രൊപ്പഗാൻഡ പടത്തിനെ ഈ പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ പ്രൊപ്പഗാൻഡ എന്ന് പോലും വിളിക്കാൻ പറ്റുള്ളത് ഹെയ്റ്റ് സ്റ്റോറിയാണ്. ഹെയ്റ്റ് ആണ്, ഓഫ് കോഴ്സ് 100% യോജിക്കുന്നു, ഹെയ്റ്റ് സ്റ്റോറിയാണ്. പിന്നെ ഈ പറഞ്ഞിട്ട് ഈ നീ പറഞ്ഞല്ലോ കേരളത്തിലുള്ളവർ തന്നെ ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാന്ന്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും നമ്മുടെ സുരേന്ദ്രൻ സാർ. അപ്പോൾ സുരേന്ദ്രൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിട്ട് സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടാണല്ലോ പടം ഇറങ്ങിയേക്കുന്നത്. സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് പടം ഇറങ്ങിയതല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി? നിങ്ങൾ കുറെ പടങ്ങൾ സെൻസർ ചെയ്തിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ബീഫിൽ നിന്നിട്ട് ഉള്ളിക്കറിയാന്ന് പറഞ്ഞാൽ അതെ അതെ അങ്ങനെ ഈ പറഞ്ഞ മനുഷ്യരാണ് മറ്റേ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ പടം ഏതായിരുന്നു? ദീപിക പദുക്കോണിന്റെ മറ്റേ കാവി. പത്താൻ സിനിമയിൽ ദീപിക പദുക്കോണിന്റെ ബിക്കിനിക്ക് കാവി കളറാണെന്നും പറഞ്ഞു, ഓറഞ്ച് കളറാണെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. എന്താളേ, നമുക്ക് തലേ ബുദ്ധി ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ 3,000 32,000 ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ഇന്റർനെറ്റ് ഉള്ളതല്ലേ. എടാ അങ്ങനെയല്ല, അതായത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാത്ത ആൾക്കാരുണ്ട് ഇവരിതിനെ. പക്ഷേ അവിടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത ആൾക്കാരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ചിന്തിക്കാത്ത ആൾക്കാരാണ് കൂടുതലും. അതായത് ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി. ഇപ്പം നമ്മൾ ഡെമോക്രാറ്റിക് ഒരു കൺട്രിയിൽ നിൽക്കുമ്പോൾ മെജോറിറ്റിയുടെ എന്താ പറയുക വോട്ടാണ് വോട്ട്. മെജോറിറ്റിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അതുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവം ആയതുകൊണ്ട്, അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവിടുത്തെ ഒരു കഥേനെ പറ്റി വേറൊരു സ്ഥലത്തുള്ള ഒരാൾക്ക് പറയുമ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഇത് ഇറക്കാണ്ടിരിക്കാൻ ഇറക്കരുത് എന്ന് പറയാൻ പറ്റില്ല. സിനിമ ഇറക്കരുത് എന്ന് പറയാനായിരിക്കും ചെയ്യാൻ പറ്റില്ല. ജനനായകൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. സിനിമ ഇറക്കരുതെന്ന് പറയാൻ പറ്റില്ല. ജനനായകൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ സെൻസർ ബോർഡ് അപ്രൂവ് കൊടുക്കുന്നത്? അവരുടെ ആൾക്കാരല്ലേ. പക്ഷെ വിജയുടെ ജനനായകൻ ഈ പറഞ്ഞിട്ട് ഇവർ പേടിക്കേണ്ട കാര്യം എന്താ? അയാൾ അതിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ടല്ലോ. പുള്ളി കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ BJP-ക്ക് എതിരെ പറയുന്നുണ്ടാവും, ചിലപ്പോൾ DMK-ക്ക് എതിരെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലുണ്ട്. എന്തായാലും ദളപതി എത്രയും പെട്ടെന്ന് തന്നെ പടം ഇറങ്ങാൻ പറ്റട്ടെ. ഞാനും വെയിറ്റിംഗ് ആണ് ലാസ്റ്റ് പടം. അതെ, ഇതൊക്കെ ഇറങ്ങണേക്കുമ്പോൾ അത് ഇറങ്ങിയിടും. അതെ 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 അതെ. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊരു ഷോട്ട് ഉണ്ട്, ഇത് പറഞ്ഞല്ല, ഈ 3 പേര് അപ്പുറത്തപ്പുറത്ത് നിന്ന് പിടിച്ചിട്ട് ബീഫ് വായി കുത്തിക്കയറ്റുന്നത്. ഇത് ഏത് കേരളത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നോടാ? ഒരുപ്പെടുത്തൂല. അതും കേരളം ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പൊറോട്ടയും ബീഫിനെ പറ്റിയാണല്ലോ, അതിലെ ബീഫിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവിടെ ഒരു പ്ലേറ്റ് പൊറോട്ടയും കുറച്ച് ബീഫും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അഭിനന്ദിന്റെ അവസ്ഥ? അത് നിനക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണു. അതെ, ഇത് കഴിഞ്ഞ് നമുക്കൊരു പൊറോട്ടയും ബീഫും തിന്നാൻ നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ എന്തായാലും പോകണം. അതൊരു പ്രതിഷേധവും കൂടിയാണ് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് ചെറിയ വീഡിയോ ആക്ച്വലി ചെറിയ വീഡിയോ. ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് അജയ് പറഞ്ഞു, എടാ നമുക്ക് ഇതിനെപ്പറ്റി എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം. ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റിയാ പറയണ്ടേ. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ. ഒരു സംഭവം, ഒരു പ്രൊപ്പഗാൻഡ നമ്മുടെ മുമ്പിലോട്ട് വെക്കുമ്പോൾ തലവെച്ച് ചിന്തിക്കുക. ഇതിനകത്ത് എത്ര റിയാലിറ്റി ഉണ്ട്, ഇതിനകത്ത് എത്ര ഫിക്ഷൻ ഉണ്ടെന്ന് ആലോചിക്കുക. പറ്റുമെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് എന്താ പറയുക എവിഡൻസുകൾ കളക്ട് ചെയ്തൊന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അത് വിശ്വസിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമ ഇറക്കാൻ പാടില്ല ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, സത്യം. പിന്നെ നമ്മളെപ്പോലുള്ള കുറച്ചൊരു ഇതുപോലെ ഇന്ന് ഇങ്ങനെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി സഹായിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലുള്ളതും ഇതുപോലെ അല്ലാത്തതുമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സൈൻ ഓഫ്.